ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ വിയവരം ജോർജ് കുട്ടി. കർത്താവിൽ നിദ്ര പ്രാപിച്ച പാസ്റ്റർ ടി എ ചെറിയാച്ചാൻ അവരുകളെ ഞാൻ ഓർക്കുമ്പോൾ പല കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നു. വിശുദ്ധ പൗലോസിനോടുകൂടെ ഒരു തിമോത്തിയോസ് പ്രവർത്തിച്ച നിമിത്തമായി തിമോത്തിയോസും കർത്താവിൽ പ്രസിദ്ധനായി തീർന്ന വസ്തുത തിരുവചനം നമ്മെ വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിൽ നിദ്ര പ്രാപിച്ച പാസ്റ്റർ കെ എബ്രഹാം സാർ അല്ലെങ്കിൽ സാറപ്പച്ചനോടുകൂടെ പരേതനായ പാസ്റ്റർ ജോർജ് വർഗീസ് അവറുകളും പാസ്റ്റർ ടി എ ചെറിയാച്ചാൻ അവറുകളും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചത് നിമിത്തമായി അവരിരുവരും കർത്താവിൽ പ്രസിദ്ധരായിത്തീർന്നു എന്നുള്ള വസ്തുത വാക്കും ഭാഷണവും കൂടാതെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്രായത്തിൽ വിയവരം പായിപ്പാട്ട സഭയുടെ പാസ്സായി പ്രിയ കുഞ്ഞാപ്പിച്ചായൻ പ്രവർത്തിച്ചത് ഞാൻ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ പിതാവ് രക്ഷയെങ്കിലേക്ക് നയിക്കപ്പെടുന്ന പ്രാരംഭകാലങ്ങളിലായിരുന്നു അദ്ദേഹം വിയവരം പായിപ്പാട്ട് സഭയുടെ പാസ്സായിരുന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് അവരെ ഏറിയ പങ്കാളികളും സമുദായത്തിൽ നിന്ന് വന്നതുകൊണ്ട് സഭയ്ക്ക് വേണ്ടവണ്ണം കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വേണ്ടവണ്ണം അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ പള്ളികളിൽ കൊടുക്കുന്ന പോലെ ചെറിയ നേർച്ചകളായിരുന്നു സഭയിലും ചെയ്തിരുന്നത്. അതിൻ്റെ ഫലമായി അന്ന് ശുശ്രൂഷ ദൈവദാസന്മാർ പട്ടിണികൾ പലപ്പോഴും കിടക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യവും ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. പ്രിയ കുഞ്ഞാപ്പിച്ചായൻ വീരം പായിപ്പാട് സഭയിലിരിക്കുമ്പോൾ ധാരാളം പട്ടിണി അനുഭവിച്ചു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. ഒരിക്കൽ 3 ദിവസം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അദ്ദേഹമായിരിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകളും ആ സമയത്തുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ദേശത്തുള്ള ഒരു സ്ത്രീ കൊണ്ടുവന്ന് കുഞ്ഞാപ്പിച്ചാൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുകയുണ്ടായി. ഉടനെ ദൈവാത്മാവ് തന്നെ ഒരു വേദഭാഗം ഓർമ്മപ്പെടുത്തി. അത് ആവർത്തന പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യമായിരുന്നു. വേശ്യയുടെ കൂലിയും നായയുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകും. ഈ വാക്യം തൻ്റെ ഓർമ്മയിൽ വന്നുടനെ അദ്ദേഹം വാങ്ങിയ പൈസ ആ സ്ത്രീക്ക് തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഇന്നായിരുന്നെങ്കിൽ മൈക്ക് വെച്ച് കെട്ടി ഏലിയാവിനെ പുലർത്തിയ ദൈവം ഒരു സ്ത്രീയെ കൊണ്ട് എന്നെ പുലർത്തിയെന്ന് പറഞ്ഞ് ഘോര പ്രഭാഷണങ്ങൾ അടിക്കുമായിരുന്നു. അന്ന് കുഞ്ഞാപ്പിച്ചാൻ കൊടുത്ത ദൈവീയ വെളിച്ചത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ അദ്ദേഹം വിയവരത്ത് വന്നപ്പോൾ ഒരു ക്രിസ്തുമത വിരോധിയാകുന്ന ഒരു ഹിന്ദു സഹോദരൻ, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിയായ പാപ്പിച്ചൻ എന്ന് പറയുന്ന ആളിന് വേണ്ടുവോളം മദ്യം മേടിച്ചു കൊടുത്തിട്ട് കുഞ്ഞാപ്പിച്ചായനെ അടിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. കുഞ്ഞാപ്പിച്ചായൻ വിയവരത്ത് വന്നുടനെ ഈ പാപ്പിച്ചൻ എന്ന് പറഞ്ഞ ആള് മദ്യം കുടിച്ച് ലെക്ക് കെട്ട് പാസ്റ്ററോട് ചീത്ത പറഞ്ഞുകൊണ്ട് ദൂരേന്ന് പാസ്റ്ററുടെ അടുക്കലേക്ക് അടുത്തു വന്നുടനെ കുഞ്ഞാപ്പിച്ചായൻ പുള്ളിയുടെ പേര് വിളിച്ച്, പാപ്പിച്ചോ എന്തോ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചുടനെ പുലിയെപ്പോലെ അടുത്തു വന്ന ആ പാപ്പിച്ചൻ കുഞ്ഞാടിനെ പോലെയായി. ആ ഹിന്ദു സ്നേഹിതൻ പിന്നെ ചോദിച്ചു, ഞാൻ നിനക്ക് മദ്യം മേടിച്ചു തന്നിട്ട് എന്താ അടിക്കാഞ്ഞെന്ന് ചോദിച്ചു. ഉടനെ ആ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, അടിക്കണ ഉദ്ദേശത്തിൽ ഞാൻ അടുത്തു വന്നപ്പോൾ എൻ്റെ പേര് വിളിച്ച് പാപ്പിച്ചോ സുഖമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെയാ അദ്ദേഹത്തെ അടിക്കുന്നത്? അത് അനേകരുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യുവാൻ കുഞ്ഞാപ്പിച്ചായൻ്റെ പ്രവർത്തനത്തിന് സഹായിച്ചു എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ ചെറുപ്പത്തിൽ മിക്കവാറും അനുഗ്രഹത്തിൻ്റെ അധിപതിയെ എന്ന പാട്ട് മിക്കവാറും പാടുമായിരുന്നു. അതെനിക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. ഞാൻ വിചാരിച്ചു ആ അധിപതി കുഞ്ഞാപ്പിച്ചായനാണെന്ന് ചൊല്ലി ഞാൻ കുഞ്ഞാപ്പിച്ചായനെ കാണുമ്പോൾ പതിയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രായമായി ഷാർജയിലും അമേരിക്കയിലും സഭാ ചാർജിൽ ഇരിക്കുമ്പോഴും കുഞ്ഞാപ്പിച്ചായൻ എന്നെ കാണുമ്പോൾ പറയും, ജോർജ് കുട്ടി ഞാൻ പതിയാ എന്നോട് പറയും. ആ കാര്യം ഇന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഗുണമെന്ന് പറഞ്ഞത്, ഉണ്ണുണ്ണി സാർ അവരുകൾ ദൈവം പ്രസംഗിക്കുമ്പോൾ അത് പരിഭാഷപ്പെടുത്തി
രൂപപ്പെടുത്തുന്ന തൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തെ ഞാൻ ഓർക്കുകയുണ്ട്. ഉണ്ണുണ്ണി സാറിൻ്റെ വാചകങ്ങൾ മിനിറ്റുകൾ നീളുന്ന വാചകങ്ങളാണ്. അത് തെറ്റുകൂടാതെ പകർത്തി പറയുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമാണ്. സാറിൻ്റെ പ്രസംഗത്തിൽ പോയ സ്ഥലങ്ങൾ, ഭവനങ്ങൾ, വർഷം, മാസം, തീയതി, പേരുകൾ ഇതെല്ലാം ഒന്നിച്ചാ പറയുമ്പോൾ ഇതൊന്നും തെറ്റുകൂടാതെ അതേ രീതിയിൽ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാരിൽ തന്നെ കൗതുകമുണർത്തിയ കാര്യം ഞാൻ ഓർക്കുകയുണ്ടായിരുന്നു. ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത് അദ്ദേഹം അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും സർവശക്തനാകുന്ന ദൈവം സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞാൻ വിയ്യവരം പായിപ്പാട്ട് സഭയിലെ ഒരു അംഗമായതുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും വിയ്യവരം പായിപ്പാട്ട് സഭയുടെയും അനുശോചനവും പ്രത്യാശയും ഈ അവസരം ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.